നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, സ്വർണ്ണക്കള്ളക്കട കേസിൽ എന്നെ അന്വേഷിക്കുന്ന ഒരു അഹമ്മദ് കുട്ടി, ജ്വല്ലറൊക്കെ ഉള്ള ആളാണ്. അയാളിപ്പോൾ ദുബായിലുണ്ട് എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. പക്ഷേ അയാൾക്ക് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ 2 പ്രമുഖ നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് വിരൽ ചൂണ്ടുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി മുസ്ലിം ലീഗ് നേതാക്കൾക്കും ബന്ധമുണ്ടെന്നാണോ, അതേ കള്ളക്കടത്ത് കേസിലെ പ്രതി എന്നെ അന്വേഷിക്കുന്ന ഒരു ആളെ ഇവർ സംരക്ഷിക്കുന്നതാണോ, ഇവരുടെ സംരക്ഷണയിൽ ഉണ്ട് എന്നാണോ, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, പലപ്പോഴും സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് PV അൻവർ ചില ആരോപണങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളായിരുന്നു കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണ്ണക്കടത്ത് നടത്തുന്നതിൽ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കും ഒക്കെ പങ്കുണ്ട്, മുസ്ലിം ലീഗിന്റെ അനുഭാവികളാണ് ഇവരെ സംരക്ഷിക്കുന്നത്. 2 തരത്തിലുള്ള മാഫികളെ പറ്റി അന്ന് തന്നെ പറയുന്നുണ്ട്. അതായത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ പിന്നിലുള്ളത് ഒന്ന് കൊടുവള്ളി മാഫിയ എന്ന് പറയുന്നത് കൊടുവള്ളി ടീം, 2 കണ്ണൂർ ടീം. അതായത് ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയൊക്കെ ആയിട്ടുള്ള ഷാഫിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു ടീം. അതിലൊക്കെ തന്നെയാണ് ഈ ആകാശ് തില്ലങ്കേരിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ആ ഒരു ടീമിന്റെ ഭാഗമായിട്ടാണ് സ്വർണം പൊട്ടിക്കൽ കേസുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നതും ഈ NIA ഓഫീസിലേക്ക് ഇവരെ, കസ്റ്റംസ് ഓഫീസിലേക്കൊക്കെ ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. കൊടുവള്ളി ടീം എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മലബാറിലെ കേന്ദ്രം എന്ന് പറയുന്നത് കൊടുവള്ളിയാണ്. കൊടുവള്ളിയിൽ ഒട്ടനവധി ജ്വല്ലറികളുണ്ട്, ചെറിയ 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 ജ്വല്ലറികൾ കൊടുവള്ളിയിലുണ്ട്. ഈ ജ്വല്ലറികൾ മുഖേനയാണ് ഈ വരുന്ന സ്വർണങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതും അത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തുന്നതും. അവിടെ ഒരു സ്വർണ്ണ കള്ളക്കടത്തിന്റെയും അതുപോലെ തന്നെ സ്വർണ്ണ വ്യാപാരത്തിന്റെയും ഒരു നട്ടലാണ് ഈ പറയുന്നത് പോലെ കേരളത്തിലെ കൊടുവള്ളി. പല പ്രമുഖ ജ്വല്ലറിയിലേക്ക് വരെ ഈ കൊടുവള്ളിയിൽ നിന്ന് സ്വർണം പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പിന്നീട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന സ്വർണം കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് ആരാണോ കൊണ്ടുവരുന്നത് അവർ ഈ ചെക്കിങ്ങിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പുറത്തെത്തിയതിനു ശേഷം യഥാർത്ഥ ആളുകൾക്ക് കൈമാറേണ്ടതിന് പകരം അവര് തന്നെ ഇത് മറച്ചു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. രണ്ടാമത്തത്, അവര് ഈ കൊണ്ടുവരുന്ന ആളെ അറ്റാക്ക് ചെയ്ത്, യഥാർത്ഥ സംഘം കാത്തു നിൽക്കുമ്പോൾ തന്നെ അവരെ അറ്റാക്ക് ചെയ്ത് വേറൊരു സംഘം ഇത് തട്ടിക്കൊണ്ടുപോകുന്ന, അതായത് സ്വർണം തട്ടൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിനിടയിലാണ് ഡാൻസ് ഓഫ് എന്ന് പറയുന്ന പോലീസിന്റെ സംഘം ചേർന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ച് പോലീസ് കൊണ്ടുപോവുകയും, അതെ, പൊട്ടിച്ചുകൊണ്ടുപോയി പോലീസ് പിടിക്കുകയും അത് കൃത്യമായ അളവിലല്ലാതെ കൊടുക്കുന്നു, കൃത്യമായ അളവ് കാണിക്കാതെ ഡാൻസ് ഓഫ് കൈകാര്യം ചെയ്തു എന്നതൊക്കെയായിരുന്നു ഈ പറയുന്ന. അതാണ് PV അൻവറിന്റെ ആരോപണം ഉണ്ടായിരുന്നു. അതങ്ങ് P ശശിക്കെതിരെ വരെ ആരോപണം ഉന്നയിച്ചു. പക്ഷേ ആ കാര്യത്തിലൊന്നും കൃത്യമായ ഒരു അന്വേഷണം പോയിട്ടില്ല. ഞാൻ ആരോപണം ഉന്നയിക്കുന്നില്ല. ആരാണ് ആരോപണം ഉന്നയിച്ചത്? ഈ പറയുന്ന PV അൻവറാണ് ആരോപണം ഉന്നയിച്ചത്. അതിൽ സുജിത് ദാസിന്റെ പേരുണ്ടായിരുന്നു, അജിത് കുമാറിന്റെ പേര്. ശബ്ദമുയർത്തിയത് മുഴുവൻ കള്ളക്കടത്ത് സ്വർണം മുഴുവനായിട്ട് അവർക്ക് കിട്ടുന്നില്ല. ആ ഒരു സങ്കടത്തിലായിരുന്നു PV അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വളരെ ഗുരുതരമായ ചില കാര്യങ്ങളാണ്. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ NIA തന്നെ നേരിട്ട് അന്വേഷിക്കുന്ന പെരിന്തൽമണ്ണയിലെ കരിങ്കല്ലത്താണി സ്വദേശി അഹമ്മദ് കുട്ടി, ഇതാണ് അദ്ദേഹത്തിന്റെ പേര്. കരിങ്കല്ലത്താണിയിലെ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം കരിങ്കല്ലത്താണിയിലെ പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണിയിൽ തന്നെയുള്ള സംസം ജ്വല്ലറിയുടെ ഉടമയാണ്. സംസം എന്ന പേരിൽ കരിങ്കല്ലത്താണിയിൽ ഒരു പ്രധാനപ്പെട്ട ജ്വല്ലറി ഉണ്ട്. അവിടുത്തെ ആളുകൾക്കൊക്കെ അറിയാവുന്ന, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ജ്വല്ലറിയാണ് ഈ പെരിന്തൽമണ്ണയിലെ സംസം ജ്വല്ലറി. ആ സംസം ജ്വല്ലറിയുടെ ഉടമയാണ് ഈ പറയുന്ന അഹമ്മദ് കുട്ടി. ഈ സ്വർണ്ണക്കടത്ത് കേസിലെ 18ാമത്തെ പ്രതിയായിട്ടാണ് NIA ഇയാളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടില്, കരിങ്കല്ലത്താണിയിലെ വീട്ടില് റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. ആ റെയ്ഡില് 10 പവൻ സ്വർണവും മൊബൈൽ ഫോണും NIA കണ്ടെടുത്തു. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ റെയ്ഡ് നടക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് സംഭവിച്ചത്, ഇയാളുടെ പങ്ക്, ഇയാൾ എന്തുകൊണ്ട് ഇതിൽ വന്നു, ഇയാളുടെ കൃത്യമായ ഇടപാട് എന്താണ് എന്നതൊക്കെ NIAക്ക് കൃത്യമായി
ആവശ്യമായ വിവരവും NIA ആ വിവരങ്ങളൊക്കെ തന്നെ FIR ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി പ്രധാനപ്പെട്ട റോളുള്ള KT റമീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. KT റമീസിന് പണം കൊടുത്തതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന അഹമ്മദ് കുട്ടി എന്ന് NIA നിർണായകമായ കണ്ടെത്തലുണ്ട്. ആരാണ് ഈ KT റമീസ്? KT റമീസ് എന്നുള്ള പേരിൽ പറയുന്നത് ഇതുപോലെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ആ കേസുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് KT റമീസ്. ആ ആൾക്കാണ് ഈ അഹമ്മദ് കുട്ടി എന്ത് ചെയ്തിട്ടുള്ളത്, പണം നൽകി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഇനി ഈ കാര്യം പുറത്തു വന്നപ്പോൾ തന്നെ ഈ അഹമ്മദ് കുട്ടിയെ പിടിക്കാൻ NIAക്ക് കഴിഞ്ഞിട്ടില്ല. അയാൾ ദുബായിൽ ഒളിവിൽ കഴിയുകയാണ്. മനസ്സിലാക്കണം, മലപ്പുറത്തെ പെരിന്തൽമണ്ണയിലെ സംസം ജ്വല്ലറി ഉടമ ദുബായിൽ ഒളിവിൽ കഴിയുന്നു. NIA ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിട്ടുണ്ട്. അധികം വൈകാതെ ഇയാൾ പൊക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാലോ, ഇപ്പം സൗദി ദുബായിയൊക്കെയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന് നല്ല തലത്തിലുള്ള നയതന്ത്ര ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അധികം അവിടെ വെച്ചിരിക്കില്ല. ഈ ദുബായിലെ ഭരണാധികാരികൾക്ക് എന്തെങ്കിലും തരത്തിൽ കുറ്റം ചെയ്ത് അവിടെ പോയി മുങ്ങി താമസിക്കാൻ അവരും അനുവദിക്കില്ല. അങ്ങനെ ഒരു കാര്യം അവർക്കുണ്ട്. അവരാരായാലും അതിന്റെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് തന്നെ അധികകാലം നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇപ്പൊ ഉയർന്നു വരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ പറയുന്ന അഹമ്മദ് കുട്ടിക്ക് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ, 2 മുതിർന്ന നേതാക്കളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ്. ആ 2 മുതിർന്ന നേതാവ് എന്ന് പറയുന്നത് ഒന്ന് PT സിദ്ദിഖ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവുണ്ട്. PT സിദ്ദിഖ്, ഈ PT സിദ്ദിഖിന്റെ സഹോദരനാണ് ഈ പറയുന്ന അഹമ്മദ് കുട്ടി. PT സിദ്ദിഖിന്റെ സഹോദരനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളുടെ സഹോദരനായി വരുന്ന സമയത്ത് ഒരു സഹോദരനായത് കൊണ്ട് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തെങ്കിലും തരത്തിലുള്ള മറ്റു ബന്ധങ്ങൾ ഇവർ തമ്മിലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ടും ഏറ്റവും പുതിയ ആരോപണങ്ങളായിട്ടും പല കോണുകളിൽ നിന്നും ഉയരുന്നത്. അത് കണ്ടുപിടിക്കേണ്ടത് NIA ആണ്. അതുപോലെ തന്നെ സഹോദരനാണ് അങ്ങേരെ മോൾ ഇങ്ങേരെ മോനെ കെട്ടിയെന്ന് അങ്ങനെ തോന്നുമല്ലേ? അല്ലല്ല, ഈ PT സിദ്ദിഖിന്റെ സഹോദരനാണ്. സഹോദരൻ എന്ന് പറയണ്ട കട്ടെ. അതുപോലെ ഈ പറയുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ പ്രമുഖനായിട്ടുള്ള ഏറനാട് MLA PK ബഷീറും ഈ പറയുന്ന അഹമ്മദ് കുട്ടിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്നും പല തരത്തിൽ ഇവർ എപ്പോഴും ഒരുമിച്ചുണ്ടാവാറുണ്ടെന്നും ഇവർ തമ്മിൽ വളരെയധികം സൗഹൃദമാണെന്നും ഇവരുടെ ഇടപാടുകളൊക്കെ പരിശോധിപ്പിക്കപ്പെടണം എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടക്കം ഈ കാര്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇതില് അഹമ്മദ് കുട്ടിയുടെ അടുത്ത സുഹൃത്തായുള്ള തെന്നല സ്വദേശിയായിട്ടുള്ള അബ്ദു എന്ന് പറയുന്ന ആളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അബ്ദുവിൽ നിന്നാണ് വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടുന്നതും അങ്ങനെയാണ് അഹമ്മദ് കുട്ടിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചേരുന്നതും. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഏറനാട് MLA ആയിട്ടുള്ള PK ബഷീറിനുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ PK ബഷീറിന്റെ സഹോദരന്റെ മകളെ വിവാഹം ചെയ്തത് ഈ അഹമ്മദ് കുട്ടിയുടെ മകനാണ് എന്നതും കൂടി നമ്മൾ ആലോചിക്കണം. അതിനൊന്നും നമുക്കൊരു കാര്യമില്ല. ആരെങ്കിലും വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നൊരു തരത്തിലുള്ള ആരോപണവും വെറുതെ രാഷ്ട്രീയപരമായ ഉന്നയിക്കാമെന്നല്ലാതെ അതൊക്കെ കൃത്യമായ അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത്. ആരെങ്കിലും ഇപ്പം ഞാനൊരാളെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും തരത്തിൽ പ്രതിയാണെങ്കിൽ ഞാൻ പ്രതിയാണോ എന്ന് പോലും ഇല്ല, നമ്മൾ അറിയ പോലും ഉണ്ടാവില്ല ഒരു പക്ഷെ ഇതിനൊക്കെ ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാവും തച്ചനാട്ടുകര പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ PT സിദ്ദിഖിന്റെ സഹോദരനായാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് ഇയാൾ ഒളിവിൽ കഴിയുന്നതെന്ന് NIA നിഗമനമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കളുടെ സഹായത്തോടെയാണ് ഇയാൾ ദുബായിൽ ഒളിവിൽ കഴിയുന്നത് എന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അലിഗേഷനായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത് ഗുരുതരമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ഈ നേതാക്കന്മാർക്ക് എന്താണ് ബന്ധം? എന്തിനാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഒരാളെ ദുബായിൽ ഇവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് വേണ്ട സഹായങ്ങൾ എന്താണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്തു കൊടുക്കുന്നത്? ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത്. ഇത് വളരെയധികം മാധ്യമങ്ങൾ കൊടുക്കാത്ത കാര്യമാണ്. മാധ്യമങ്ങൾ മുഖ്യ വാർത്ത കൂടിയാണ് ഇതെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒപ്പം ഈ സംസം
എന്ന് പറയുന്ന ജ്വല്ലറി ഉണ്ട്. ആ ജ്വല്ലറി കേന്ദ്രീകരിച്ച് ഇയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇയാൾക്ക് എന്താണ് ഈ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഇടപാട്, സംസം ജ്വല്ലറി മുഖേന ഇയാൾ എന്തൊക്കെയാണ് വെളുപ്പിച്ചിട്ടുള്ളത്, കള്ളക്കടത്ത് സ്വർണം എങ്ങനെയാണ് ജ്വല്ലറിയിൽ എത്തിച്ചിട്ടുള്ളത്, എന്തിനാണ് ഇയാൾ KT റമീസിന് പണം കൊടുത്തിട്ടുള്ളത്, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത്. ഒപ്പം ഈ കരിങ്ങല്ലത്താണിയിലെ ഇയാളുടെ വീട്ടിൽ നടന്ന റെയ്ഡിലാണ് കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തിട്ടുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിൽ സ്വർണം പിടിച്ചെടുത്തത്. അതും കണക്കിൽപ്പെടാത്ത 10 പവൻ സ്വർണവും മൊബൈൽ ഫോണും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും NIA പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ. ഇതിന്റെ കൃത്യമായ വിവരങ്ങളും അതുപോലെ തന്നെ FIR-ന്റെ കോപ്പിയും അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ ദ ഹോണറബിൾ ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെ കോർട്ടാണ് എറണാകുളം ഇത് പരിഗണിക്കുന്നത് എന്നാളൊക്കെ ഉൾപ്പെടെയുള്ള കോടതി രേഖകൾ ഉൾപ്പെടെയാണ് കിട്ടിയിട്ടുള്ളത്. കൈരളി ന്യൂസ് ഇത് മുൻപേ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അവർ കൊടുത്തത് സ്വർണ്ണക്കടത്ത് കേസ് NIA അന്വേഷിക്കുന്ന പെരിന്തൽമണ്ണ സ്വദേശി PK ബഷീർ MLA-യുമായി അടുത്ത ബന്ധം എന്ന നിലയിൽ തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോ അന്ന് PV അൻവർ ഉയർത്തിവിട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കൂടുതൽ വഴികളിലേക്ക് പോകുമ്പോൾ അന്ന് DYFI ഉയർത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗ് നേതാക്കളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കൊടുവള്ളി മാഫിയയും മുസ്ലിം ലീഗ് നേതാക്കന്മാർ തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഈ പറയുന്ന CPM-ന്റെ തന്നെ അവിടെയുള്ള ചില നേതാക്കന്മാരുണ്ട്. ആരാണ്? ഈ പറയുന്ന കാരാട്ട് റസാക്കുമാര്, കാരാട്ട് ഖുറീസ്, ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പല ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ തന്നെയാണ് NIA-യുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. മുസ്ലിം ലീഗ് നേതാക്കന്മാരിലേക്ക് വരെ ഈ ആരോപണം എത്തി നിൽക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും.